ഹലോ, ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ കൂടിയാണ് ഒരു പുതിയ വീഡിയോ ഇടുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ലേഹ്യമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കുടകൻ മുത്തിൾ എന്നൊക്കെ പറയുന്ന ഒരു മരുന്നാണ്. വളരെ വളരെ ഒരുപാട് അസുഖങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. ചെറിയ ആമ്പലിൻ്റെ താമരയുടെയൊക്കെ ഇലയിൽ അതേ ഒരു ഷേപ്പിനിരിക്കും. പാടത്തും പറമ്പിലും എല്ലാം ചെറിയ തണുപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് പടർന്ന് വളരുന്നതാണ്. മുത്തിള്, കൊടങ്ങൽ എന്നൊക്കെ പറയും. ഇതിന് കൊടകൻ എന്നൊക്കെ പറയുന്നേക്കാം. നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിപ്പം നിലവിൽ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞ് നല്ലത് ഓട്ടുരുളിക്കകത്ത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ഉള്ളത് കൊണ്ട് വലിയ ഓട്ടുരുളി എടുത്ത് വെക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വൈകിട്ട് നടക്കാനും പിള്ളേർ സൈക്കിൾ ഓടിക്കാനൊക്കെ പോയ സമയത്ത് കണ്ടപ്പോൾ കുറച്ച് പറിച്ചെടുത്തതാണ്. സന്ധ്യ ആയതുകൊണ്ട് കുറച്ച് പറിച്ചുകൊണ്ട് വന്നതാണ്. കാണിക്കാം, എല്ലാവർക്കും ഒന്ന് അറിയാത്തവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണിത്. ഇത് അരച്ചെടുത്തതിനകത്തേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഒഴിച്ചു. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ച് വറ്റി വരുന്നതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കുമ്പം ഇത് തടിത്തവിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവിയോ വെച്ച് മാത്രമേ ഇളക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് നോൺ സ്റ്റിക്ക് ആണല്ലോ, അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ. അപ്പോൾ ഇത് തിളച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് തീ കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുക്കണം. എന്നിട്ട് ഇത് വെള്ളം വറ്റി ഒരു ലേഹ്യപ്പരുവത്തിലേക്ക് ആയി വരുമ്പം ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വറ്റി ലേഹ്യത്തിൻ്റെ കളറായി വരും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ലേഹ്യത്തിൻ്റെ കളറിലോട്ട് ഇത് മാറി വരും. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ചേർക്കാം. നെയ്യാണ് ഞാൻ ചേർക്കുന്നത്, നറുനെയ്യാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണിത്. ഒരു 2-3 സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഈ കുടകൻ്റെ കൂടെ നെയ്യ് ചേർക്കുമ്പം ഒരു പ്രത്യേക ഗുണമാണ് ഇതിന്. നെയ്യ് ചേർക്കുമ്പം അത് കുറച്ചും കൂടെ ഓർമ്മശക്തിയൊക്കെ കൂടാനും നമ്മുടെ തലച്ചോറിന് നെർവസൊക്കെ ഉത്തേജിപ്പിക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് അരച്ചിട്ട് കുടങ്ങൻ്റെ ഇല അരച്ചിട്ട് മോരിനകത്ത് കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ വായ്ക്കകത്തും വയറിനകത്തൊക്കെ ഉണ്ടാകുന്ന അൾസറൊക്കെ മാറിക്കിട്ടാനൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ്. ഇനി ഇത് വെള്ളം വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ചേർക്കാവുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. കാരണം ഞാൻ ചേർത്ത ശർക്കരയ്ക്കകത്ത് ഏലക്കായും ജീരകവും പൊടിച്ച് ചേർത്തിരുന്ന ശർക്കരയായിരുന്നു അത് അങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിച്ച ശർക്കര ആയതുകൊണ്ട് ഞാനത് പ്രത്യേകം ചേർക്കുന്നില്ല. ഇനി ഇത് വറ്റി ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വിട്ടുവരും. അപ്പോൾ നമുക്ക് വേണം തീ ഓഫാക്കി എടുക്കാനായിട്ട്. നന്നായി വെള്ളം വറ്റി വരുന്നതിന് മുന്നേ നമ്മൾ തീ ഓഫാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും. 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചീത്തയായി പോകും. നല്ലപോലെ വെള്ളം വറ്റി വന്നതിന് ശേഷം മാത്രമാണ് എടുക്കാവുള്ളൂ. കുടങ്ങലിൻ്റെ ഇല നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കും എല്ലാം അരച്ചിടാനും അതുപോലെ മുഖത്തെ പാടുകളൊക്കെ മായ്ച്ച് കളയാനൊക്കെ അരച്ചിടാനും ഒക്കെ നല്ലതാണ്. നമ്മൾ ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് അതിനകത്ത് ഒരു 2-3 തുള്ളി മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു പാകത്തിന് നമ്മൾ വാങ്ങി വെക്കണം. ചൂട് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിത് ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് എയർ ടൈറ്റ് പാത്രമൊന്നുമല്ല. ഇത് 1-2 ദിവസം കൊണ്ട് ഇവിടെ പിള്ളേർ കഴിച്ച് തീർക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. കുറച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത ഭയങ്കര ആരോഗ്യമായിട്ടുള്ളൊരു മരുന്നാണിത്. പിള്ളേർക്ക് ഓർമ്മയ്ക്കും പരീക്ഷാ സമയത്തല്ല, അതിന് തൊട്ട് മുന്നാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ സ്പൂണും കൊണ്ട് കോരിയിടുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ ഞാൻ കോരിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.